കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു സിനിമയും അതുമായി ബന്ധപ്പെട്ട യുവാക്കളുടെയും യുവതികളുടെയും അനുകരണ ഭ്രമം എന്നുള്ളത്. ഖേദത്തോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യം, മുസ്ലിം വിശ്വാസികളിൽപ്പെട്ട യുവാക്കൾ പോലും ഇത്തരം അനുകരണ ഭ്രമങ്ങളിൽ അംഗങ്ങളാകുന്നു എന്നത് പണ്ഡിതന്മാരും മാതാപിതാക്കളും ഒരു തവണയല്ല ഒരുപാട് തവണ ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും യുവാക്കൾ കലാലയങ്ങളിലേക്ക് വരുന്നത് കറുത്ത ജുബ്ബയും വെള്ള തുണിയും എടുത്തുകൊണ്ടാണ്. യുവാക്കൾ ചോദിക്കുന്ന ചോദ്യം ഇത് ഹറാമാണോ എന്നതാണ്. ഇതിനെക്കുറിച്ച് ഇസ്ലാമികമായി സൂചിപ്പിക്കാനുള്ളത്, ഒരു മാസം വരെ തനിക്ക് ഇതുപോലെ ഒരു ഷർട്ടിനെ കുറിച്ച് ആലോചിക്കാത്തൊരു യുവാവ് ഒരു ഷർട്ടിനെ കുറിച്ച് ചിന്തിക്കുകയും അത് കറുത്തു തന്നെ ആകുകയും ചെയ്യണം എന്ന് തീരുമാനിച്ചതിലുള്ള മാനദണ്ഡം എന്താണ്, അതിനുള്ള പ്രേരണ എന്താണ്? അതൊരു സിനിമയിലെ പ്രേരണയാണ്. ആ പ്രേരണ ഇസ്ലാമിക വിരുദ്ധമാണ്. കാരണം ഓരോ പ്രാരംഭ പ്രാർത്ഥനയിലും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, നാഥ എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ വസ്ത്രധാരണം, എൻ്റെ സ്ഥിതി, എൻ്റെ എല്ലാം നീ പറയുന്നത് പോലെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിം സിനിമയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവനല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ ഒരു ഹദീസുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വസ്ത്രമെടുക്കുകയാണെങ്കിൽ ഇൽബിസു, നിങ്ങൾ വസ്ത്രം ധരിക്കണം. എങ്ങനെയുള്ള വസ്ത്രം? മിൻ സിയാബിക്കുമുൽ ബയാൽ ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും. വെള്ള വസ്ത്രം ധരിക്കൽ ഇസ്ലാമിൽ സുന്നത്താണ്. ജീവിതത്തിൽ പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് മദ്രസ മുതൽ പഠിച്ചിട്ട് ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഇടാൻ ഞാനൊരു വെള്ള വസ്ത്രം വാങ്ങട്ടെ എന്ന് തീരുമാനിച്ച് എത്ര യുവാക്കളുണ്ട്? പ്രവാചകന്റെ വചനം ജീവിതത്തിൽ ഇതുവരെ നടപ്പാക്കാത്തവർ ഒരു സിനിമയിലെ രംഗം നടപ്പാക്കുന്നുവെങ്കിൽ അവൻ പ്രവാചകനെ പിൻപറ്റുന്നവനാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരുപാട് ഹദീസുകളിൽ നമ്മൾക്ക് കാണാം, വഫിറു അല്യഹി വഹ്ഫു അശ്ശവാരിബ്, നിങ്ങൾ താടി നീട്ടി വളർത്തുക, മീശ വെട്ടി ചെറുതാക്കുക. അത് പ്രവാചകന്റെ സുന്നത്താണ്. നടക്കുന്ന ഓരോ സ്റ്റെപ്പിനും കൂലിയാണ്, ഓരോ സെക്കൻഡിനും കൂലിയാണ്. പ്രബലമായ സുന്നത്താണ്. ഇത് മിമ്പറുകളിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നും കേട്ടപ്പോൾ യുവാക്കളും കലാലയത്തിലുള്ള ആളുകളും ചോദിച്ചത്, ഞങ്ങൾ താടി വെച്ച് വയസ്സന്മാരെ പോലെ ഞങ്ങൾ നടക്കുകയോ എന്ന് ചോദിച്ച യുവാക്കൾ ഇന്ന് വലിയ താടിയുണ്ടായി മീശ വെട്ടി ചെറുതാക്കി നടക്കുന്നതിന്റെ പ്രേരണ എന്താണ്? ആ പ്രേരണ പ്രവാചകനോടുള്ള സ്നേഹമല്ല, അതൊരു സിനിമയോടുള്ള ഇഷ്ടമാണ്. പ്രവാചകന്റെ വാക്കുകളെ ധിക്കരിച്ച ആളുകൾ ഇപ്പോൾ സിനിമയെ ഇഷ്ടപ്പെടുന്നു. അതാണ് പ്രവാചകന്റെ വാക്ക്, ഫലിയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. പ്രവാചകന്റെ വാചകത്തെക്കാൾ മറ്റുള്ള വാചകങ്ങളെ സ്നേഹിക്കുന്നവർ അവർ ഭീകരമായ ശിക്ഷയെ ഭയപ്പെടട്ടെ, അവർ ഒരു ഫിത്തനയെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്നതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ തിരുമേനി നമ്മളോട് വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത് കാണാം, ഒരു വിശ്വാസിയുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. അത് ഫറലാണ്. പ്രവാചകന്റെ വചനം, മാ അസ്ഫല മിനൽ കഅബൈനി മിനൻ നാർ, നരകത്തിലാണ് നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ആര് ധരിച്ചാലും. ആ കാലഘട്ടത്ത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മിമ്പറുകളിൽ നിന്ന് കേട്ടപ്പോൾ യുവാക്കൾ പറഞ്ഞത്, നെരിയാണിക്ക് താഴേക്ക് വസ്ത്രമിറങ്ങുന്നുവെങ്കിൽ ഞങ്ങൾ എങ്ങനെ ക്യാമ്പസിലേക്ക് അതങ്ങനെയല്ലാതെ പോകും, അത് ഞങ്ങൾക്കൊരു മാനഹാനി പോലെയാണ് എന്ന് പറഞ്ഞ യുവാക്കൾ ഇന്ന് ബർമുടയിട്ടുകൊണ്ടാണ് ബൈക്കിലൂടെ പോകുന്നത്. കാരണം കേരളത്തിലെ ഒരു നടൻ ബർമുടയിട്ടുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്തു. ഇന്ന് യുവാക്കളുടെ പാൻറ്റുകൾ നെരിയാണിക്ക് മുകളിലാണ്. കാരണം അതാണ് ഇന്നത്തെ ഫാഷൻ എന്നുള്ളതാണ്. എത്രയോ യുവാക്കൾ അവരുടെ മുടികൾ ഇസ്ലാമിക വിരുദ്ധമായിട്ട് തന്നെയാണ് ഇന്നും നിലനിർത്തിക്കൊണ്ടുവരുന്നത്. പ്രവാചകൻ പറഞ്ഞു, നഹാ അനിൽ ഖസഅ, നിങ്ങൾക്ക് ഖസഅ എന്ന രൂപത്തിൽ മുടിവെട്ടുന്നതിന് നിരോധിച്ചു. പ്രവാചകനോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, എന്താണ് ഖസഅ? പ്രവാചകൻ പറഞ്ഞു, യുഹ്ലിഖു ബഅൽ റഅസ്, മുടിയുടെ ഒരു ഭാഗം നിങ്ങൾ വെട്ടുക, അതുപോലെ വയത്തുറുക്കു ബഅൽ, മറ്റൊരു ഭാഗം അതുപോലെ നിർത്തുക. അടിഭാഗം മുഴുവൻ മുടിയെടുത്ത് മുകൾ ഭാഗം മാത്രം മുടി വെട്ടാതിരിക്കുക, രണ്ട് ഭാഗത്തും മുടി വെട്ടി നടുവിലത്തെ ഭാഗം വെട്ടാതിരിക്കുക, മുകളിലുള്ള മുഴുവൻ ഭാഗം വെട്ടി വേക്കിലുള്ള ഭാഗം നിങ്ങൾ ഒഴിവാക്കുക. ഇത് മുഴുവൻ പ്രവാചകൻ നിരോധിച്ചതാണ്. നരകശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞതാണ്. പ്രവാചകന്റെ വാക്കുകളോട് പുച്ഛമനോഭാവവും അള്ളാഹുവിന്റെ വാക്കുകളോട് നിസ്സംഗതയും പുലർത്തുന്ന യുവാക്കൾ നടന്മാരുടെയും നടിമാരുടെയും ജീവിതം അതുപോലെ പലർത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഖേദത്തോടുകൂടി സൂചിപ്പിക്കുകയാണ്, പരലോകത്തെക്കുറിച്ച് ഭയം, നരകത്തെക്കുറിച്ച് ഭയം, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ഭയത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു വിശ്വാസി, പ്രവാചകന്റെ വാചകം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനാണ് നമ്മുടെ മാതൃക. പ്രവാചകന്റെ വസ്ത്രമാണ്, പ്രവാചകന്റെ ജീവിതമാണ്, പ്രവാചകൻ